എടക്കര മാവോയിസ്റ്റ് ഭീകരവാദ പരിശീലന ക്യാമ്പ് കേസിൽ 2 മാവോയിസ്റ്റ് ഭീകരരെ ചോദ്യം ചെയ്ത NIA കർണാടക പോലീസ് കൊച്ചിയിലെത്തിച്ച രമേശ്, കാർത്തിക് എന്നിവരെയാണ് NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത്. എടക്കര മാവോയിസ്റ്റ് കേസിൽ 3 മലയാളികളടക്കം 20 പേരെ പ്രതി ചേർത്ത് NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് കീഴടങ്ങിയ മാവോയിസ്റ്റ് ഭീകരരിൽ ഉൾപ്പെട്ടവരാണ് രമേശും കാർത്തിക്കും. 2016 എടക്കരയിൽ മാവോയിസ്റ്റ് ഭീകരർ സായുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചതാണ് കേസ്. ക്യാമ്പിൽ സായുധ പരിശീലനത്തിന് പുറമെ പഠന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളും ആയുധ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളുമായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. 2022 ഏപ്രിലായിരുന്നു NIA കുറ്റപത്രം സമർപ്പിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന മേഖലകളിലായിരുന്നു യോഗം. കൂടുതൽ പേരെ മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുന്നതിനായിരുന്നു മാവോയിസ്റ്റ് പരിശീലന ക്യാമ്പ്. കാർത്തിക്കും രമേശും തമിഴ്നാട് സ്വദേശികളാണ്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരശേഖരണത്തിനായാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. കേരളം, കർണാടക, തമിഴ്നാട് സ്വദേശികളാണ് എടക്കര മാവോയിസ്റ്റ് ഭീകരവാദ കേസിലെ പ്രതികൾ. കർണാടകയിൽ കീഴടങ്ങിയ ലതയും സുന്ദരയും ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സോമൻ, CG രാജൻ, TK രാജീവൻ, കാളിദാസ്, S ഡാനിഷ്, R രാഘവേന്ദ്രൻ, A സന്തോഷ് കുമാർ, P തിരുവെങ്കടം, ദിനേശ്, കാർത്തിക്, രമേശ്, ഈയപ്പൻ, അനീഷ് ബാബു, ശ്രീമതി, വിക്രം ഗൌഡ, സാവിത്രി, കൃഷ്ണമൂർത്തി, രമേശ്, ശർമിള, ദീപക് എന്നിവരാണ് കേസിലെ പ്രതികൾ. ജനം, കൊച്ചി.